നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നവകേരള സദസ്സ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ്. ചൊവ്വാഴ്ച മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 292 പേർക്ക്. NCTV വാർത്ത തുണയായി. സഹപാഠിയുടെ ഭവനത്തെ ജപ്തിയിൽ നിന്നും വീണ്ടെടുക്കാൻ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും കൈകോർത്തു. 2 ദിവസത്തിനുള്ളിൽ തുക സമാഹരിച്ചു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പുനർനിർമ്മാണ ധനശേഖരണാർത്ഥം നട്ട 1000 നേന്ത്രവാഴ കൃഷിയിൽ 100 മേനി വിളവ്. വിളവെടുപ്പ് ഉത്സവം ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം സെന്റ് പയസ് 10th കോൺവെന്റ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകരും പോലീസും ചേർന്ന് നരനായാട്ട് നടത്തുന്നെന്നാരോപിച്ച് കോൺഗ്രസ് പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. സമരപരിപാടികൾ KPCC എക്സിക്യൂട്ടീവ് അംഗം MK അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TS രാജു അധ്യക്ഷനായിരുന്നു. സുധൻ കാരയിൽ, KM ബാബുരാജ്, സെബി കൊടിയൻ, ഷാജു കാളിയങ്കര, KJ ജോജു, P രാമൻകുട്ടി, ഔസേബ്, രജനി സുധാകരൻ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കേരളത്തിലെ മുഖ്യമന്ത്രി കാസർഗോഡ് നിന്ന് ആരംഭിച്ച നവകേരള യാത്ര ഒരുപാട് എല്ലാ ജില്ലകളെയും പിന്നിട്ടുകൊണ്ട് 2 ദിവസം കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എത്തിച്ചേരുകയാണ്. ഈ യാത്ര സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവശ്യ വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് നവകേരള യാത്ര എന്ന പേരിൽ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും ഉൾപ്പെടെ വലിയൊരു സന്നാഹം കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിന്റെ ക്രമസമാധാനം പാലിക്കാൻ ഉത്തരവാദിത്തമുള്ള മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന ശ്രീ പിണറായി വിജയന്റെ നവകേരള സദസ്സ് എന്ന പേരിൽ കട്ടുമുടിച്ചുകൊണ്ട് നമ്മുടെ ഖജനാവ് കാലിയായി പെൻഷൻ പോലും 5 മാസം മുടങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പട്ടിണിയെടുക്കുന്ന കേരളത്തിലെ ജനങ്ങളെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പൊതു ഖജനാവിൽ നിന്ന് വരുന്ന ലോക്സഭാ ഇലക്ഷന്റെ പ്രചരണാർത്ഥം നമ്മളെല്ലാം നികുതി പണം കൊടുക്കുന്ന ഖജനാവിൽ നിന്ന് 1.5 കോടി ചെലവാക്കി ഒരു ബസ് ആഡംബരമായി നിർമ്മിച്ച് അപ്പോൾ അവിടുത്തെ മന്ത്രി എന്ന് പറഞ്ഞത് നമുക്കറിയാം. ഇതിനു മുൻപ് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, ശ്രീ ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ജനസമ്പർക്ക പരിപാടിയുമായി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി പുലർച്ചെ 3 മണി വരെ പരാതി സ്വീകരിച്ച് അപ്പോൾ അവ തീർപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു മുഖ്യമന്ത്രി ആയിട്ടല്ല, ജനങ്ങളെ യൂത്ത് കോൺഗ്രസുകാരെയും KSUകാരെയും കോൺഗ്രസുകാരെയും അടിച്ചൊതുക്കുന്ന കറുത്ത ഡ്രസ്സിട്ട എല്ലാവരെയും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ പോലീസ് സ്റ്റേഷനിലേക്കും ഇന്ന് ജനാധിപത്യ രീതിയിലുള്ള ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും അടങ്ങുന്ന ടീം നവകേരള സദസ് എന്ന പേരിൽ നടത്തുന്ന ഈ ദുർയാത്ര, ഈ യാത്രക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ അടിച്ചൊതുക്കുന്നത് മുഖ്യമന്ത്രി പ്രതിഷേധത്തെ ഭയക്കുന്നത് മൂലമാണെന്ന് DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. നവകേരള സദസ്സ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ജോസഫ് ടാജറ്റ്. പ്രതിഷേധ പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. അലക്സ് ചുക്കിരി, KL ജോസ്, ഡേവിസ് W അക്കര, ആന്റണി കുറ്റുകാരൻ, പ്രിൻസൺ തെയ്യാലക്കൽ, ഷെന്നി പനോക്കാരൻ, ജിമ്മി മഞ്ഞളി, ഔസേബ് ചെരടായി, EA ഓമന, P ഗോപാലകൃഷ്ണൻ, ജെൻസൺ തയ്യാലക്കൽ, ബിജു കൂവക്കാടൻ, രാധാകൃഷ്ണൻ, ഫൈസൽ ഇബ്രാഹിം, സുനിൽ മുളങ്ങാടൻ, ജോർജ് ഇടപ്പള്ളി എന്നിവർ പ്രസംഗിച്ചു.
എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഗൺമേനല്ലേ വലിയ വടിയെടുത്തുകൊണ്ട് നിറന്തലയിൽ അടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? ആലപ്പുഴയിൽ 15-ാം തീയതി കടന്നുപോയ ആ ജാഥയിൽ നമ്മുടെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റിനെ, സംസ്ഥാന ഭാരവാഹിയെ നിറന്തലയ്ക്ക് അടിച്ചുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടില്ലേ? KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശിവരാമൻ പോതിയിൽ, രഞ്ജിത്ത് കൈപ്പള്ളി, ലിൻഡോ പള്ളിപ്പറമ്പൻ, ലിനോ മൈക്കിൾ, സൂരജ് കുണ്ടനി, ഗോപാലകൃഷ്ണൻ മാടപ്പാട്ട്, KV തോമസ്, ഷാജു പൂക്കോടൻ, ക്ലാര ജോണി, ഷാജിമോൾ, ബാലൻ, പ്രതീഷ് പണ്ടാരത്തിൽ എന്നിവർ പ്രസംഗിച്ചു. KA അമ്മുണ്ണി, ഭഗത് സിംഗ്, PC വേലായുധൻ, ജോസഫ് കുപ്പാപ്പിള്ളി, സിജിൽ ചന്ദ്രൻ, സജീവ് കുമാർ, PR ഫ്രാൻസിസ് ആരോദ, ജൈനി മാമ്പ്രക്കാരൻ, നൂർജഹാൻ, സരിത ഷാജി, ജെയ്സൺ താക്കോൽക്കാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതൊന്ന് മാറ്റിയെടുക്കണം. കേരളത്തിലെ ജനാധിപത്യ സമൂഹത്തിന് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. കേരളത്തിലെ ജനാധിപത്യ മതേതര സംവിധാനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം. കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ്. കോവിഡ് ഉപവകഭേദം JN1 രാജ്യത്ത് 21 പേർക്ക് സ്ഥിരീകരിച്ചു. തിങ്കളാഴ്ച 115 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിൽ നിന്നാണ് ഇരട്ടിയിലധികമായി ഉയർന്നത്. കേരളത്തിലെ കോവിഡ് കേസുകൾ ഓരോ ദിവസവും ഉയർന്നു വരികയാണെന്നാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കോവിഡ് ബാധിച്ച് കേരളത്തിൽ ചൊവ്വാഴ്ച 2 പേർ മരിച്ചു. 292 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ കേരളത്തിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 2041 ഉയർന്നു. അതേസമയം രാജ്യത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് പരിശോധന നടക്കുന്ന സ്ഥലമാണ് കേരളം. ഇതിനാലാണ് ഇവിടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണം. രോഗലക്ഷണമുള്ളവരെ ഉൾപ്പെടെ കൂടുതലായി പരിശോധന നടത്തിയതിനാലുള്ള സ്വാഭാവിക വർധനവാണിതെന്നും ആശങ്ക വേണ്ടെന്നുമാണ് അധികൃതർ അറിയിക്കുന്നത്. സഹപാഠിയുടെ ഭവനത്തെ ജപ്തിയിൽ നിന്നും വീണ്ടെടുക്കാൻ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും പിരിച്ചെടുത്തത് 3 ലക്ഷത്തോളം രൂപ. ഒരു നോട്ടീസ് പോലും പ്രിന്റ് ചെയ്യാതെ വെറും 2 ദിവസം കൊണ്ട് ഇത്രയും തുക സമാഹരിക്കാൻ സഹായകമായത് NCTV വാർത്താ വീഡിയോ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് NCTV ഡെൽവിന്റെ വാർത്ത NCTVയിൽ സംപ്രേഷണം ചെയ്തത്. ഡെൽവിന്റെ കുടുംബം അനുഭവിക്കുന്ന വലിയ പ്രയാസങ്ങളെയും പ്രത്യേകിച്ചും അവരുടെ വീട് തന്നെ ജപ്തി ചെയ്തു പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ആ കുടുംബം കടന്നു പോകുന്ന വാർത്ത വളരെ വിശദമായി NCTV സംപ്രേഷണം ചെയ്തിരുന്നു. ഈ വാർത്ത കണ്ടുകൊണ്ടാണ് വരന്തരപ്പള്ളിയിലെ ഡെൽവിൻ പഠിക്കുന്ന CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ വിഷയം വളരെ ഗൗരവമായി എടുക്കുകയും അധ്യാപകരും മാതാപിതാക്കളും വിദ്യാർത്ഥികളും സഹകരിച്ച് ആ കുടുംബത്തെ ജപ്തി നടപടികളിൽ നിന്ന് മോചിപ്പിക്കുകയും മുഴുവൻ കടബാധ്യതയും വീട്ടുന്ന ഒരു രീതിയിലേക്ക് ഈ വാർത്ത എത്തിച്ചേർന്നു എന്നുള്ള സന്തോഷകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വീണ്ടും ടീം NCTV വരന്തരപ്പള്ളി സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. നമുക്കിവിടെ അധ്യാപകരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചറിയാം. ഹൈസ്കൂൾ പ്രധാന അധ്യാപകനായിട്ടുള്ള ജോഫി C മഞ്ഞളി സാറാണ് ഇപ്പോൾ ഉള്ളത്. എങ്ങനെയായിരുന്നു അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഈ ഒരു വിഷയത്തിലുള്ള ഒരു സഹകരണം, അവരുടെ ഒരു സന്മനസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഇവിടെ മുന്നിൽ നിൽക്കുമ്പോഴേ വളരെ സന്തോഷമുണ്ട്. കാരണം ഡെൽവിന്റെ വീട് നമുക്ക് തിരിച്ചെടുത്ത് അവന് കുടുംബത്തിനായിട്ട് നൽകാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. പ്രത്യേകിച്ചും ആ NCTVയിലെ വാർത്ത വന്നതോട് കൂടിയിട്ട് അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഞങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികളും എല്ലാവരും മനസ്സിലാക്കി. കാരണം അവന്റെ വീട്ടിലെ സാഹചര്യം അപ്രകാരമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് ഞങ്ങള് PTA ഈ പ്രശ്നം അവതരിപ്പിച്ചു. അധ്യാപകരുടെ മീറ്റിംഗിൽ ഈ പ്രശ്നം അവതരിപ്പിച്ചപ്പോൾ എല്ലാവരും വളരെ അനുഭാവപൂർവ്വം ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം എന്ന സ്ഥിതി വിശേഷത്തിലേക്ക് എത്തിച്ചേരാണ് ഉണ്ടായത്. ഇവിടെ രക്ഷിതാക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ജോസേട്ടനുണ്ട്, PTA പ്രസിഡന്റ് ആണ്. എങ്ങനെയാണ് രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും ഒരു സഹകരണം ഈ ഒരു സംരംഭത്തിൽ ഉണ്ടായത്? CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സമയത്തും അവരുടെ സഹപാഠികളുടെ വിവിധ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു മനോഭാവമുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ളത്. തീർച്ചയായിട്ടും ഈ ഡെൽവിൻ്റെ ആ വീട് ജപ്തി നടപടികളുമായി നഷ്ടപ്പെടും എന്നുള്ള ഒരു അവസ്ഥ വന്നപ്പോൾ, പ്രത്യേകിച്ച് ഈ ക്രിസ്തുമസ് കാലഘട്ടത്തിൽ ഉണ്ണീശോയ്ക്ക് പിറക്കുവാനായിട്ട് കൂടൊരുക്കുന്ന സമയത്ത് ഡെൽവിൻ്റെ കൂട് നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾ 2 ദിവസം കൊണ്ടാണ് ഇത്രയും അധികം തുക സമാഹരിച്ച് അവൻ്റെ വീട് വീണ്ടെടുക്കുവാനായിട്ട് ഒരു അവസരം സൃഷ്ടിച്ചത്.
തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത പാരന്റ്സിന്റെ അല്ലെ PTA ഗ്രൂപ്പിലേക്കും അധ്യാപകരുടെ ഗ്രൂപ്പിലേക്കും ഒക്കെ നൽകിയതിനു ശേഷം 2 ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു തുക സമാഹരിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ വിദ്യാർത്ഥികളുടെ അവരുടെ മാതാപിതാക്കളുടെ നല്ല മനസ്സിന്റെ ഒരു അടയാളമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. നമുക്ക് ടീച്ചറോട് ചോദിച്ചറിയാം, ഡെൽവിന്റെ അധ്യാപികയായിട്ടുള്ള ടീച്ചർക്ക് എന്താണ് പറയാനുള്ളത്, ഡെൽവിൻ ക്ലാസ്സിൽ എങ്ങനെയാണ്, ഒപ്പം ഈ ഒരു സംഭവം നടന്നതിന് ശേഷം ആ മകന് എത്രത്തോളം ഒരു സന്തോഷമുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് പറയാം. ഡെൽവിന്റെ ക്ലാസ് ടീച്ചർ എന്ന നിലയ്ക്ക് ഡെൽവിൻ വളരെ മിടുക്കനായ കുട്ടിയാണ്. ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലും പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങൾ കൂടുതൽ താല്പര്യമുള്ള കുട്ടിയാണ്. ക്ലാസ്സിലെ സംശയങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിക്കുകയും എല്ലാ സംശയങ്ങളും മാറ്റി നല്ല രീതിയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്. പക്ഷേ അവന്റെ അമ്മയ്ക്ക് അസുഖങ്ങൾ, അമ്മയ്ക്ക് വരുന്ന ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഉള്ള അസുഖങ്ങൾ, മറ്റു ഇതുപോലെ ജപ്തി നടപടികൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ കുട്ടീനെ സ്വാധീനിച്ചിരുന്നു. അപ്പൊ അതിലെ ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമാണ് ആ കുട്ടിയുടെ വീട് ജപ്തി ചെയ്യാന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് ആ കുട്ടിക്ക് മാറി ആ ജപ്തി നടപടികൾ ഇവിടെ CJM HSSലെ അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും കുട്ടികളുടെയും ഒക്കെ സഹകരണത്തോടുകൂടി അതിൽ നിന്ന് ആ ജപ്തി നടപടികളിൽ നിന്ന് ഒഴിവായി കിട്ടുക എന്ന് പറഞ്ഞത് ആ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും വളരെ ഹൃദയസ്പർശിയായ, മനസ്സിന് സന്തോഷം നൽകുന്ന, ഒരുപാട് പേർക്ക് പ്രത്യാശ പകരുന്ന ഒരു പ്രവൃത്തി തന്നെയാണ് വരന്തരപ്പള്ളിയിലെ CJM അസംഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും NCTV ചാനലിലെ ഒരു വാർത്താ ചാനൽ എന്ന നിലയിൽ ചാനലിലും ചാനലിന്റെ അണിയറ പ്രവർത്തകർക്കും വളരെയധികം സന്തോഷം നൽകുന്നു. എത്രയോ വാർത്തകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നു. അതിലൊരു വാർത്ത ഒരു കുടുംബത്തിന് വലിയ അനുഗ്രഹമായി മാറുന്ന ഒരു അസുലഭമായ അവസരം, ഒരുപാട് സന്തോഷം നൽകുന്ന, ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു നിമിഷം കൂടിയാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയ്ക്ക് ടീം NCTVക്ക്. ഒപ്പം ഈ ഒരു വലിയ നല്ല മനസ്സ് കാണിച്ച എല്ലാ വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും അധ്യാപകരെയും നമുക്ക് അഭിനന്ദിക്കാം, അനുമോദിക്കാം, അവർക്ക് നല്ല ആശംസകൾ നേരാം. ഒരു നല്ല ക്രിസ്തുമസ് അവർക്ക് എല്ലാവർക്കും ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം ഇത് ലോകത്തിന് മുഴുവൻ ഒരു വലിയ മാതൃകയാണ് എന്നുകൂടിയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ക്യാമറാമാൻ ഗോവിന്ദിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പള്ളി പുനർനിർമ്മിക്കാൻ കമ്മിറ്റി അംഗങ്ങൾ നട്ട 1000 നേന്ത്രവാഴകൾക്ക് 100 മേനി വിളവ്. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പുനർനിർമ്മാണത്തിന് ധനം ശേഖരിക്കാനാണ് പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഒത്തൊരുമിച്ച് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ചെങ്ങാലൂർ സൂര്യഗ്രാമത്തിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് പാട്ടത്തിനടുത്താണ് കൃഷി ഒരുക്കിയത്. തരിശായി കിടന്ന ഭൂമി വാഴകൃഷിക്കായി പാകമാക്കിയെടുക്കുവാൻ വലിയൊരു ശ്രമം തന്നെ വന്നു. ഭൂമി ഒരുക്കം മുതൽ വിളവെടുപ്പ് വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും പള്ളി പുനർനിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ ഒന്നിച്ചു നിന്നാണ് കൃഷി നടത്തിയത്. ജൈവവളം മാത്രമാണ് ഉപയോഗിച്ചത്. ജലലഭ്യത ഒരുക്കുന്നതിലും വളമിടിയിലും ഒക്കെ ഏറെ സന്തോഷത്തോടെയാണ് ഏറ്റെടുത്തത്. 10 മാസത്തെ പരിശ്രമം വിജയം കണ്ടതിന്റെ ആഹ്ലാദവും കമ്മിറ്റി അംഗങ്ങൾ പങ്കുവച്ചു. 1000 നേന്ത്രവാഴ കൃഷിയുടെ വിളവെടുപ്പുത്സവം ഇടവക വികാരി ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. സഹവികാരി ഫാദർ പ്രകാശ് പുത്തൂർ, നടത്തുകൈകാരൻ പ്രിന്റോ പനംകുളത്തുകാരൻ, ജിബി തളിയപ്പറമ്പിൽ, ജോൺസൺ ചക്ലാത്തി, ജെയ്സൺ കുരിശ്ശേരി, കൃഷി കൺവീനർ വർഗീസ് പൊന്തോക്കൻ, ജോയിന്റ് കൺവീനർ ആൻഡ്രു ആറ്റുപുറം, പോളി വിരുത്താക്കപ്പറമ്പിൽ എന്നിവർ സന്നിഹിതരായി. വേലുപ്പാടം സെന്റ് പയസ് 10th കോൺവെന്റ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം VS പ്രിൻസ്, പഞ്ചായത്ത് അംഗം കലാപ്രിയ സുരേഷ്, സ്കൂൾ അധികൃതർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സന്നിഹിതരായി. MLAയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 8 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മാണം. ഇടയ്ക്ക കലാകാരൻ തിച്ചൂർ മോഹനൻ അന്തരിച്ചു. 66 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിയോടെയായിരുന്നു അന്ത്യം. എരുമപ്പെട്ടി തിച്ചൂർ സ്വദേശിയാണ്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. തൃശൂർ പൂരം, മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൽ ഉൾപ്പെടെ നിരവധി മേളങ്ങൾക്ക് ഇടയ്ക്ക പ്രാമാണികത്വം വഹിച്ചിട്ടുണ്ട്. സംഗീത നാടക അക്കാദമി അവാർഡും സുവർണ മുദ്രകളും പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. നന്ദികര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിലെ വാർഷികം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ആഘോഷിക്കും. പ്രീ KG മുതൽ ഗ്രേഡ് 4 വരെയുള്ള കുട്ടികളുടെ പരിപാടി വ്യാഴാഴ്ചയാണ് നടക്കുക. വ്യാഴാഴ്ച വൈകുന്നേരം 4:45 ആരംഭിക്കുന്ന പരിപാടി ഡെപ്യൂട്ടി അക്കൗണ്ടന്റ് ജനറൽ P. രാഹുൽ ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച ഗ്രേഡ് 5 മുതൽ 10 വരെയുള്ള വിദ്യാർത്ഥികളുടെ പരിപാടിയാണ് അരങ്ങേറുക. ചടങ്ങ് പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ഗായിക വൈക്കം വിജയലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരാകും. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു.
കരയോഗം പ്രസിഡന്റ് വി രാജേഷ് അധ്യക്ഷനായി. പുതുക്കാട് മേഖല കൺവീനർ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി വിജയകുമാർ, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടേടത്ത്, കമ്മിറ്റി അംഗങ്ങളായ രാജൻ പുത്തൻവീട്ടിൽ, സുരേഷ് ഇടത്തൂട്ട്, സിജു ഇടത്തൂട്ട്, രേഖ രാധാകൃഷ്ണൻ, ലീല ബാലകൃഷ്ണൻ എന്നിവർ സന്നിഹിതരായിരുന്നു. പാലിയേക്കര ചിറ്റിശ്ശേരി ചേന്നംകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിൽ ഈ മാസം 26 വരെ മണ്ഡലപ്പാട്ടും 24, 25, 26 തീയതികളിൽ ലക്ഷാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ്. അതിനോടനുബന്ധിച്ച് 23-ന് വൈകിട്ട് 6:30-ന് ക്ഷേത്ര നടപ്പുരയിൽ കുനിശ്ശേരി അനിലന്മാരാരുടെയും 24-ന് വൈകിട്ട് 6:30-ന് ക്ഷേത്ര നടപ്പുരയിൽ പറക്കാട് തങ്കപ്പന്മാരാരുടെയും പഞ്ചവാദ്യവും 25-ന് ഭക്തി പ്രഭാഷണം 26-ന് ദാരികബദ്ധം പാട്ടും ഉണ്ടായിരിക്കും. തരൂർ ശ്രീ മഹാദേവ ക്ഷേത്രം തിരുവാതിര പുണർദം തിരുവുത്സവം വെള്ളിയാഴ്ച ആരംഭിക്കും. വിവിധ പരിപാടികളാണ് ഈ മാസം 28 വരെ ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ 121 വൈദികരുടെ മന്ത്രോച്ചാരണത്താൽ ഡിസംബർ 25 തിങ്കളാഴ്ച മഹാരുദ്രയജ്ഞം നടത്തും. ഡിസംബർ 22-ന് വൈകിട്ട് 6-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ഡിസംബർ 28 വ്യാഴാഴ്ച വൈകിട്ട് 5-ന് സർവൈശ്വര്യ പൂജയും ഉണ്ടാകും. പശു, ആട്, കോഴി, താറാവ് തുടങ്ങി മൃഗങ്ങൾക്കുള്ള എല്ലാ മരുന്നുകളും ക്ഷീര കർഷകർക്ക് വെറ്റിനറി ആശുപത്രികളിൽ നിന്നും തന്നെ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ക്ഷീര വികസന മന്ത്രി ജെ ചിഞ്ചുറാണിക്ക് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. സംസ്ഥാനത്ത് വെറ്റിനറി ഹോസ്പിറ്റലിൽ മൃഗങ്ങൾക്കുള്ള മരുന്ന് തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതുന്ന അവസ്ഥയുണ്ട്. മൃഗങ്ങളെ വളർത്തുന്ന കർഷകർക്ക് ഇത് താങ്ങാവുന്നതിനും അപ്പുറമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മൃഗസംരക്ഷണ മേഖലയിലെ ചികിത്സാ സേവനങ്ങൾക്ക് ആവശ്യമായ കോമൺ മരുന്നുകൾ, പേറ്റന്റ് മരുന്നുകൾ എന്നിവ നിലവിൽ മൃഗാശുപത്രികളിൽ നിന്നും സൗജന്യമായി തന്നെയാണ് നൽകി വരുന്നതെന്നും മറ്റു മരുന്നുകളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നതായും അധികൃതർ മറുപടി നൽകി. കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. ജില്ലയിലെ സർക്കാർ സ്ഥാപനങ്ങളിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി പ്രകാരമുള്ള ഡാറ്റ എൻട്രി തസ്തികയിൽ കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഓപ്പൺ വിഭാഗത്തിൽ ഒരു ഒഴിവുണ്ട്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമുള്ള 18-നും 41 വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. സർക്കാർ, അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഡാറ്റ മാനേജ്മെന്റ്, പ്രോസസ് ഡോക്യുമെന്റേഷൻ ആൻഡ് വെബ് ബേസ് റിപ്പോർട്ടിംഗ് ഫോർമാറ്റ് എന്നിവയിൽ 3 വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയവും അഭികാമ്യം. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 28-നകം അടുത്തുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487231016. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5775 രൂപ, പവന് 46,200 രൂപ. മുപ്ലിയം കുഞ്ഞക്കര പുതുക്കാടി വേലായുധൻ ഭാര്യ കാർത്യായനി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുബ്രഹ്മണ്യൻ, ശശിധരൻ, ഇന്ദിര, ശോഭന, വിനോദിനി എന്നിവർ മക്കളും. ശൈലജ, സിന്ധു, സത്യൻ, വിദ്യാസാഗർ, ശങ്കരൻ എന്നിവർ മരുമക്കളുമാണ്. മറവാഞ്ചേരി പറമ്പത്ത് കൃഷ്ണൻ മകൻ ശിവദാസൻ അന്തരിച്ചു. സംസ്കാരം നടത്തി. വിമുക്ത ഭടൻ രാപ്പാൾ ഏറാടത്ത് വീട്ടിൽ മണ്ണമ്പേട്ട കാര്യാട്ട് കെ ബാലകൃഷ്ണൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സരസ്വതിയാണ് ഭാര്യ. ഡോക്ടർ സുഖില, സുജിത് എന്നിവർ മക്കളും. ഡോക്ടർ ജിസ്ന, പരേതനായ അജിത് എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ ആലങ്ങോട്ടുകാരൻ റപ്പായി ഭാര്യ റോസ അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. മേരി, റൂബി, ഡേവിസ്, ജെയിംസ്, ലാലി എന്നിവർ മക്കളും. ജോർജ്, ലാലി, ഉഷ, ജോസ്, പരേതനായ ഫ്രാൻസിസ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. നവകേരള സദസ്സ് പര്യടനത്തിനിടെ കരിങ്കൊടി കാട്ടിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രതിഷേധം. കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിൽ പ്രതിദിന കോവിഡ് കേസുകളിൽ വർധനവ്. ചൊവ്വാഴ്ച മാത്രം കോവിഡ് സ്ഥിരീകരിച്ചത് 292 പേർക്ക്.
NCTV വാർത്ത തുണയായി. സഹപാഠിയുടെ ഭവനത്തെ ജപ്തിയിൽ നിന്നും വീണ്ടെടുക്കാൻ വിദ്യാർത്ഥികളും സ്കൂൾ അധികൃതരും കൈകോർത്തു. 2 ദിവസത്തിനുള്ളിൽ തുക സമാഹരിച്ചു. ചെങ്ങാലൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളിയിലെ പുനർനിർമ്മാണ ധനശേഖരണാർത്ഥം നട്ട 1000 നേന്ത്രവാഴ കൃഷിയിൽ 100 മേനി വിളവ്. വിളവെടുപ്പ് ഉത്സവം ഫാദർ ജിജോ മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. വേലുപ്പാടം സെന്റ് പയസ് 10th കോൺവെന്റ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 10:30 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളിലെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.